എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. MVD ലീഡ്സ് ആപ്ലിക്കേഷനിലെ ലെവൽ 1 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലെവൽ 1 സ്റ്റാർട്ട് ചെയ്യാം. ലെവൽ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിത്രങ്ങളാണ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി കൊടുക്കുക, പാർക്കിംഗ് ഇല്ല, നിർത്തുക, നോട്ട് എ ട്രാഫിക് സൈൻ. ഇവിടെ ആൻസർ വരുന്നത് സി, നിർത്തുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി കൊടുക്കുക, ആശുപത്രി അടുത്തുണ്ട്, മുന്നിൽ ട്രാഫിക് ഐലൻഡ്, മുന്നറിയിപ്പ് നൽകുന്ന ട്രാഫിക് ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉത്തരം വരുന്നത് വഴി കൊടുക്കുക. അടുത്ത ട്രാഫിക് സൈൻ നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കാം. ആൻസർ വരുന്നത് പ്രവേശനമില്ല, വൺ വേ അടയാളം, കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും പ്രവേശനമില്ല, റോഡ് അടച്ചിരിക്കുന്നു. ആൻസർ വരുന്നത് പ്രവേശനമില്ല. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ കാണുന്ന ചിഹ്നം തിരിച്ചറിയണം. ആൻസർ വരുന്നത് പ്രവേശനമില്ല, ഇരുവശങ്ങളിലും വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, വൺ വേ ട്രാഫിക് ചിഹ്നം, മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ആൻസർ വരുന്നത് വൺ വേ ട്രാഫിക് ചിഹ്നം. ചിഹ്നം തിരിച്ചറിയാം. ഹോൺ നിരോധിച്ചിരിക്കുന്നു, നിർബന്ധിത ഹോൺ, ഹോൺ മുഴക്കിയേക്കാം, മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ഹോൺ നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ നോക്കാം. കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു, സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു, എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു, പ്രവേശനമില്ല. ആൻസർ വരുന്നത് കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു. അടുത്ത ചിഹ്നത്തിന്റെ ആൻസർ നോക്കാം. റോഡ് ഉപയോക്താക്കൾ നിരോധിച്ചിരിക്കുന്നു, കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു, എല്ലാ റോഡ് ഉപയോക്താക്കളുടെയും വാക്കിംഗ് സോൺ, കാൽനട ക്രോസിംഗ്. ഉത്തരം വരുന്നത് കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ നോക്കാം. യു ടേൺ നിരോധിത ചിഹ്നം, വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, വലതുവശത്തേക്ക് തിരിയാനുള്ള അടയാളം. ആൻസർ വരുന്നത് വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ വായിക്കാം. ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, ഇടത്തോട്ട് തിരിയുക, ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ആൻസർ വരുന്നത് ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. അടുത്ത ചിഹ്നം നോക്കാം. വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, വലത്തേക്കുള്ള വലിയ വളവ് നിരോധിച്ചിരിക്കുന്നു, യു ടേൺ നിരോധിത ചിഹ്നം, വലതുവശത്തേക്ക് തിരിയാനുള്ള അടയാളം. ആൻസർ വരുന്നത് യു ടേൺ നിരോധിത ചിഹ്നം. വീണ്ടും ഒരു ചിഹ്നം തന്നെയാണ്. ആൻസർ വായിക്കാം. വേഗത പരിധി മണിക്കൂറിൽ 2 കിലോമീറ്റർ, 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, 2 മീറ്റർ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, 2 മീറ്റർ കൂടുതൽ ചുറ്റളവുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ആൻസർ വരുന്നത് 2 മീറ്റർ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അടുത്ത ചിഹ്നം നോക്കാം. 3.5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം, 3.5 മീറ്ററിന് മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം, 3.5 മീറ്ററിൽ കൂടാത്ത ഉയരമുള്ള വാഹനങ്ങൾക്കാണ് പ്രവേശനം, 3.5 മീറ്ററിന് താഴെ വീതിയുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം. ആൻസർ വരുന്നത് 3.5 മീറ്ററിൽ കൂടാത്ത ഉയരമുള്ള വാഹനങ്ങൾക്കാണ് പ്രവേശനം. അടുത്ത ചിഹ്നം നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടാതെ വേഗതയിൽ വാഹനം ഓടിക്കുക, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുക, മണിക്കൂറിൽ 50 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ വാഹനം ഓടിക്കുക, സ്കൂൾ മേഖല അടയാളം. ആൻസർ വരുന്നത് മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടാതെ വേഗതയിൽ വാഹനം ഓടിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14 അടുത്തത് വരുന്നത്. നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു, നിർത്തരുത്, പാർക്ക് ചെയ്യരുത്, പ്രവേശനമില്ല. ആൻസർ വരുന്നത് പാർക്ക് ചെയ്യരുത്. അടുത്ത ചിഹ്നം എന്താണെന്ന് നോക്കാം. ബസ് സ്റ്റോപ്പ്, ബസ് വേ, നിർബന്ധിത ബസ് ട്രാക്ക്, ബസ് പാർക്കിംഗ്. ആൻസർ വരുന്നത് ബസ് സ്റ്റോപ്പ്. എല്ലാ ചോദ്യങ്ങളും ചിഹ്നങ്ങൾ തന്നെയാണ് വരുന്നത്. നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക, ഇടതുവശത്തേക്ക് റോഡുണ്ട്, നിർബന്ധിതമായി ഇടത്തേക്ക് തിരിയുക, മുന്നിൽ ഇടത്തേക്ക് തിരിയുക. ആൻസർ നിർബന്ധിതമായി ഇടത്തേക്ക് തിരിയുക. അടുത്ത വരുന്ന ചിഹ്നം നോക്കാം. നിർബന്ധിത വൺ വേ, നിർബന്ധമായും മുന്നോട്ട് മാത്രം പോവുക, സൈഡ് റോഡുകളില്ല, യൂണി ദിശ ട്രാക്ക്. ആൻസർ വരുന്നത് നിർബന്ധമായും മുന്നോട്ട് മാത്രം പോവുക. മുന്നിൽ വലത്തോട്ട് റോഡ്, നിർബന്ധിതമായി ഇടത്തേക്ക് തിരിയുക, നിർബന്ധമായും മുന്നോട്ട് പോകുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക, മുന്നോട്ടുള്ള റോഡിൽ വലതുവശത്തേക്കുള്ള വളവ്. ആൻസർ വരുന്നത്
നിർബന്ധമായും മുന്നോട്ട് പോകുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. നെക്സ്റ്റ് ചിഹ്നം നോക്കാം. നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. മുമ്പോട്ടുള്ള റോഡിൽ ഇടതുവശത്തേക്ക് വളവ്. മുന്നിൽ സൈഡ് റോഡ്. നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക. ആൻസർ വരുന്നത് നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക. ഒരു ചിഹ്നം കൂടി നോക്കാം. നിർബന്ധിതമായി ഇടത്തേക്ക് തിരിയുക. നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക. ഇടത്തോട്ട് തിരിയുക. റിവേഴ്സ് റോഡ്. തെറ്റായ ആൻസർ ആണ് നൽകുന്നതെങ്കിൽ ഇതേപോലെയായിരിക്കും വരുന്നത്. റിവേഴ്സ് റോഡ് എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് അത് റെഡിൽ വന്നു. ശരിയായ ആൻസർ നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക. അത് വിസിബിൾ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ലെവൽ 1 സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ലെവൽ 2 അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.